ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വൈൻ യാർഡിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊരു വൈൻ ടേസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞൊരു ഹൈക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് നടത്തം ആണ്. അപ്പോൾ നമ്മളിതേ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമ്മളും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ 12 പേരുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്വിസ്സിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ, നമ്മളൊരു 12 പേര് കൂടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മളത് എല്ലാവരും കൂടെ ബസ്, പലരും പല സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബസ് എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മുടെ ഹൈക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലേക്കിൻ്റെ സൈഡിലാണുള്ളത്. ഇനി നമുക്കൊരു മലയുടെ മുകളിൽ എത്താനുണ്ട് കേട്ടോ. ഇന്നത്തെ വെതർ നല്ല അടിപൊളി വെതറായിരുന്നു കേട്ടോ. അധികം സണ്ണിയുമായിരുന്നില്ല, അതുപോലെ തന്നെ തണുപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വിൻഡി ആയിരുന്നു. എന്നാലും നമുക്ക് ഇങ്ങനെ കയറ്റമൊക്കെ കയറുമ്പോഴത്തേക്ക് അധികം ക്ഷീണം നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അത്രയ്ക്കും നല്ല സുഖത്തിൽ നമുക്ക് കയറിപ്പോകാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അരുവികളും ചെറിയ വെള്ളച്ചാട്ടവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പോകാനായിട്ടുള്ള റോഡും നമുക്ക് ഉണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് നമുക്ക് നടന്ന് പോകാനുള്ള റോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് കയറ്റമാണ്. നമ്മൾ കയറി ഏകദേശം ഒരു 1/4 ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വ്യൂ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ഏത് വീഡിയോ എടുത്താലും മിക്കപ്പോഴും ഞാൻ പറയുന്നൊരു വേർഡാണ് ഇതിൻ്റെ വ്യൂ സൂപ്പർ എന്നുള്ളത്. പക്ഷെ എങ്ങനെ പറയാതിരിക്കും. ലേക്ക്, അതിൻ്റെ സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകൾ, മുന്തിരിത്തോട്ടം, അടിപൊളിയെന്ന് വെച്ചാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നറിയില്ല, അത്രയ്ക്കും ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുന്തിരിത്തോട്ടം വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഫുള്ള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വിൻ്റർ കഴിയുമ്പോൾ ഇത് പിന്നെയും ഇങ്ങനെ പതുക്കെ മുളച്ച് വരുന്നതാണ്. അപ്പോൾ ഇപ്പം മുന്തിരി പതുക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞു കൊലകളായിട്ട്. പിന്നെ ഇത് ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവരിതിന് പറിച്ചെടുക്കുക കേട്ടോ. ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയം ഏകദേശം ആ ഒരു ഒക്ടോബർ ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും. നിങ്ങൾ പറയണ കൊണ്ട് എനിക്കത് അപ്പോൾ ചെടികളിലൊക്കെ പതുക്കെ മുന്തിരി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഇതാണ് കേട്ടോ മുന്തിരിയുടെ ഫസ്റ്റ് സ്റ്റേജാണ്. ആ കൊല വന്നിരിക്കുന്ന ആ ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ കുഞ്ഞു കൊലയാണ് നമുക്ക് പിന്നെ ഒരു വലിയൊരു മുന്തിരി കൊലയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വലിയൊരു അതിൻ്റെ ഒരു സ്റ്റെം അവിടെ ഉണ്ട്. അതിൽ നിന്ന് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഒരു ഗ്രൂപ്പിൽ ഇവരെല്ലാ വീക്കെൻഡ്സിലും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. നമ്മൾ എല്ലാ ആഴ്ചയൊന്നും പോകാറില്ല. ഇങ്ങനെ ചില ദിവസങ്ങളിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ളപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോകണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ ഗ്രൂപ്പിൽ പോവാറുണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ്. എല്ലാവരും നല്ല വൈബായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇവരുടെ കൂട്ടത്തിൽ നമുക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ചെറിയുടെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചെറിയും എഡിബിൾ അല്ല എന്ന് പറയുകയാണ് കേട്ടോ അവർ. should be red, no? It should be you can eat it now also, but it will be very but they are dangerous. But I don't know. no, this is not dangerous. I have eaten this from this plant. Yeah, this is cherry. From this Because plant. you have one, it seems a bit like that, but it's down, and it's not good. So it's not like you can eat
Don't touch because after that it's itching. red. And Okay. Les orties. Yeah. It's everywhere. സ്വിറ്റ്സർലൻഡിൽ ചൊറിയണം. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ നമ്മൾ കടുത്തുവാന്നൊക്കെ പറയില്ലേ ആ സാധനം. Yeah. Les orties. Et les orties, ça pique. ഫെർട്ടിലൈസർ ഇടാൻ. Bring the. Seems like a ride. You want to make the picture here? You can see it. Not inside. നമ്മൾ പോയ ദിവസം നല്ല കാറ്റായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ശരിക്കും ഭയങ്കര കാറ്റായിരുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ. പക്ഷെ നടക്കാനാണെങ്കിലും നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്. കാറ്റായതുകൊണ്ട് തന്നെ നടക്കണത് അറിയുന്നേ ഇല്ല. കുത്തനെ കയറ്റാണ്. നമ്മൾ ലേക്കിൻ്റെ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴേ ഇനി മുകളിലോട്ട് പോകാനുണ്ട് കേട്ടോ. ഏകദേശം പകുതിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ക്ഷീണമൊന്നും അറിയുന്നേ ഇല്ല ഇങ്ങനെ നടക്കുന്നതുകൊണ്ട്. നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചൊരു ഫ്രണ്ടിൽ പോയി, നമ്മളൊരു ബാക്കിലുള്ള സെറ്റുകളാണ്. വൈനൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു വലിയ വീപ്പയാണ് കേട്ടോ ഈ കാണുന്നത്. വലിയതാണിത്. അപ്പോൾ അത് നമ്മൾ ഈ പോകുന്ന വഴിയിൽ അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് വീണ്ടും നമ്മുടെ നടത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള വ്യൂസ് ഇത് കണ്ടോ, എന്ത് സൂപ്പറാന്ന് നോക്കിയേ. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഭംഗി എന്തോരുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലേ. ഇത് ഫുള്ളായിട്ട് വൈൻയാർഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ലഞ്ചൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ആ ആൾ പറയുകയാണ് 500 വർഷമായിട്ട് 500 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തതാണ് ഈ വൈൻയാർഡ്സ് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ യുനെസ്കോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, ഒന്നുകൂടി ഉഷാറായിട്ട് നമ്മുടെ നടത്തം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് നമ്മൾ ഈ നടത്തം തുടങ്ങിയിട്ട്. കുറേ നടക്കാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയൊക്കെ നടന്നാലും നമുക്ക് ആ ഒരു ക്ഷീണം അറിയുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നടക്കുന്നത്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളതേ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വൈനുകൾ കണ്ട് നമ്മുടെ നാട്ടിലിങ്ങനെ പന്തൽ പോലെയല്ലേ ഇടുക. ഇവിടെ പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ നീളത്തിൽ ഇവരിങ്ങനെ കമ്പിയുണ്ട്, ആ കമ്പിയുടെ ഇടയിൽ കൂടെ ഈ വള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാർവെസ്റ്റ് ചെയ്യാനാണെങ്കിലൊക്കെ എളുപ്പമായിരിക്കും. ഇവിടെ ദേ പിന്നെയും ചെറിയുടെ ഒരു മരമുണ്ട്. അപ്പോൾ പഴുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് പഴുത്തിട്ടില്ല, ഒരു പകുതിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഫുള്ളായിട്ട് പഴുക്കുമ്പോൾ നല്ലൊരു റെഡ് കളറായിട്ടുണ്ടാവും. ചെറി നിങ്ങൾക്ക് അറിയാലോ. പുളി നല്ല പുളിയുണ്ട്. നമ്മൾ നല്ല പുള്ളിയുള്ള പച്ച മാങ്ങ കഴിക്കില്ലേ, ഒരു ഇരുമ്പം പുളിയൊക്കെ ആ ഒരു പുളി. സ്ട്രോബെറി വെച്ചേക്കുന്നുണ്ടോ? ഇതെനിക്ക് തോന്നുന്നു വൈൽഡ് സ്ട്രോബെറി കേട്ടോ, അധികം വലിപ്പമില്ലാത്തത് കണ്ടോ.
ഹലോ, ഇതാരോടിരിക്കണം? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. നമ്മളിവിടെയാണോ? Actually, അവർക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ആ, ഇറ്റ്സ് ലൈക്ക് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഭയങ്കര രാത്രി. അപ്പൊ നമുക്ക് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ? ഓ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. സൂപ്പർ. കാറ്റുണ്ടോ? എവിടെ ട്രെയിൻ പോണ്ട്. ലാവിഷായിട്ട് സ്ഥലമുണ്ട് കേട്ടോ. 4 കോഴി, ഇത്രയും സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇവിടെ കേട്ടോ നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നടന്നു ബാ. കുഞ്ഞു സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇവിടെ. സൂപ്പർ സ്ഥലം. എന്താ? ആ, സ്ഥലം നോക്കി എന്തൊരു ഭംഗിയാ നോക്കിയ സ്ഥലം കാണാൻ. ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടേബിളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. സൂപ്പർ, നല്ല സ്ഥലമല്ലേ? നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ബിയറിന്റെ വിചാരം മാത്രമേ ഉള്ളല്ലേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നല്ലൊരു സൂപ്പർ പ്ലേസ്. ഇങ്ങനെ ലേക്കിന്റെ വ്യൂ ഒക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ. കണ്ടോ? ഭയങ്കര കാറ്റാണ്, പക്ഷെ സ്ഥലം സൂപ്പർ. ഈ ഒരു ചെടി കണ്ടോ? ഇത് ഇത്രയും നാൾ ഞാൻ കണ്ടിട്ട് ഇത് നമ്മുടെ റോസ്മേരി ആണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറഞ്ഞു ഇത് മറ്റേ റോസ്മേരി അല്ല, ലാവൻഡർ ആണെന്ന് പറഞ്ഞു കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നത് കാറ്റത്ത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അടിക്കളിച്ചൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്.
ഇവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന ഈ പച്ചപ്പ് ഫുള്ളുണ്ടല്ലോ, ഈ ഗ്രീനറി ഫുൾ മുന്തിരിത്തോട്ടമാണ് കേട്ടോ. അത്രയും ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടങ്ങളാണ് ഈ ഏരിയ ഫുള്ളായിട്ടും. ഇങ്ങനെ ഈ വൈൻയാർഡ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ആൾക്ക് മാത്രം 25 ഹെക്ടർ സ്ഥലത്ത് ഇങ്ങനത്തെ വൈൻയാർഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പല ടൈപ്പ് മുന്തിരികളുണ്ട്, അതിൽ നിന്ന് പല ടൈപ്പ് വെറൈറ്റി വൈൻസാണ് ഉണ്ടാക്കുന്നത്. Apple juice, ça va pour toi? Jus de pomme? Je peux venir te servir ici. D'accord? Je déguste avant. എന്താണ് മുസേ, ബിയർ പോലെ ഉണ്ടല്ലോ, വേറാണോ? ആപ്പിൾ ജ്യൂസ് ആണോ? കൊള്ളാമോ? അവിടെ ഇരുന്ന് കുടിച്ചോ. ഇതാരാണിത്? നമ്മൾ പോയ ആ വൈൻയാർഡിൻ്റെ ഓണർ ഈ അപ്പാപ്പനാണ് കേട്ടോ, ആ വേദനിക്കുന്ന കോടീശ്വരൻ. അപ്പോൾ വൈനെക്കുറിച്ചും ആ സംഭവങ്ങളൊക്കെ പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണേ. You see here, the Lavaux is a very something special because you have a lot of terraces. You have about 10,000 terraces along the face to the lake, and when you put one grower, because all the work you have to do by hand, you can't have a very large domain. Maybe the biggest has 25 hectares here, but it's very rare. I mean, we have 1, 2, or 3 like that, but most have middle. I will be 4 to 6 hectares. Yes, the old press is dating from 1902. The reason that we have this press is that the north part of the house was burned. Viognier is very something special. You will find the origin is from the south of France, the valley du Rhône, under Lyon. And now with the heating of climate, we can adapt and acclimate this grape here. And it's just the few grapes very green here. I mean, yes, I see them. And so it's a little specialty that we make. It's about 500 to 800 bottles per year. Joli cépage, très aromatique. Là, on met seulement 10% de Viognier dans cet assemblage parce que justement, il est très prenant comme ça. Il prend beaucoup de place. Équilibré. It's just interesting. C'est la nourriture qui est intéressante. കൊടുക്കാൻ പറ്റുമോ? Mouton dog.
അവിടെ നമുക്ക് പല വെറൈറ്റി വൈൻസ് ടേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ കുറേ വൈന് ഇതുപോലെ ടേസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ഗെയിം കളിക്കാൻ നമ്മുടെ നാട്ടിലത്തെ ഗോട്ടിയില്ലേ, ഗോലി കളി, അതിൻ്റെ വേറൊരു വേർഷൻ, എനിക്ക് തോന്നുന്നു സ്വിസ് വേർഷൻ ആയിരിക്കും. അപ്പോൾ ആ ടൈപ്പ് ഒരു കളിയാണ്. അപ്പോൾ അവർ ഇവിടുത്തെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ടീം. Okay, yeah. Okay. So play. So now we have to look for that. Yes, the yellow. Big teams or just individual? Maybe first game individual. So me? Yeah. So you guys want to look my ball? ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമുക്കിങ്ങനെ പല സ്ഥലങ്ങൾ നമുക്ക് ഈ ഒറ്റൊരു ഭാഗത്തു നിന്ന് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്നതുകൊണ്ട് കുറേ വീടുകളും ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം. അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഫുള്ള് ലേക്ക്. എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ വാട്ടറിൻ്റെ കളറും നല്ല സൂപ്പർ വ്യൂ. അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കുറേ മൗണ്ടൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ്, ഈ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മറ്റേ സർവീസൊക്കെ ഉണ്ട്, ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഓപ്പോസിറ്റ് പോകാൻ വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്ന്. ഒരു എവിയോൺ ഭാഗമാണ് കേട്ടോ അത് ഫ്രാൻസിൻ്റെ. പിന്നെ അവിടെ നിന്ന് ഇതേ നോക്കുമ്പോൾ നല്ല സൂപ്പർ അടിപൊളിയായിട്ടുള്ള മുന്തിരിത്തോട്ടം, താഴെ കൂടെ ഒരു റെയിൽവേ പാതയുണ്ട്. അപ്പോൾ എപ്പോഴും ട്രെയിൻ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ സൂപ്പർ വ്യൂ, എന്ത് ഭംഗിയുള്ള വ്യൂ ആണെന്നറിയോ. നല്ല എല്ലാം ലേക്കാണെങ്കിലും മൗണ്ടൻസ് ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും എല്ലാം നമുക്ക് ഈ ഒറ്റൊരു പോയിന്റിൽ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെയാണ് ഗ്രില്ല് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളതേ സംഭവമൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു നല്ലൊരു ആംബിയൻസിൽ, എന്തൊരു ആംബിയൻസാണ്, ലേക്കൊക്കെ കണ്ട് മൗണ്ടൻ കണ്ട് ഈ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്കിരുന്ന് സൂപ്പറായിരുന്നു. അപ്പോൾ ഇതിവിടെ ഒരു പിക്ചർ ഫോട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. പണ്ടത്തെ ഈ ഒരു മുന്തിരിത്തോപ്പ് ആവുന്നതിന് മുമ്പത്തെ അവിടുത്തെ ആ ഒരു ഫോട്ടോ ആണ് അവർ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളതേ ഗ്രില്ലൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് നമ്മളതേ ഈ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുവാണേ. Tu vas à l'école où? À Bussigny. വൈനുകൾ പല വെറൈറ്റി ഉണ്ടല്ലോ. വൈറ്റ് വൈൻ ഉണ്ട്, റെഡ് വൈൻ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഏജ് അനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഓണർ പറഞ്ഞത് പുള്ളിയുടെയിലുള്ള ഏറ്റവും പഴക്കം ചെന്ന വൈന് 1962 അവരുണ്ടാക്കിയ വൈനാണ്. ആ ആളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന വൈൻ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ വൈൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. എനിക്കാണ് 1000 ലിറ്ററൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ ക്യാൻസൊക്കെയാണ് ഇത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഏരിയ. അപ്പോൾ അതൊരു വീടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 15th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ വീടാണ് അതെന്നാണ് ഈ സ്ഥലത്തിൻ്റെ, ഈ വൈൻയാർഡിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് നല്ല എക്സ്പ്ലോർ ചെയ്തു. നല്ല
സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. എനിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തോട്ട് തന്നെ പോകണം. അതിനു മുമ്പും നമ്മളിങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറേ ദൂരം നടന്നു കേട്ടോ. ചാടിക്കോ ചാട്. ഫോണ്ടോന്റെ ഒരു ഡേറ്റിനൊക്കെ അങ്ങനെ ഡേറ്റിന് പറ്റിയ സ്ഥലമാണ്. ബുക്ക് ചെയ്യാം, എന്നിട്ട് ഇവിടെ വന്നാൽ മതി. അവിടെ വിത്ത് മ്യൂസിക് കരിയർസ് അടിച്ചാല് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. റിസർവ് ചെയ്തിട്ടുണ്ട്. വന്നല്ലോ ഡേറ്റ് ചെയ്താലോ നമുക്ക്. അപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ അല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഇവിടെ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഒരു സൈഡിൽ കൂടെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. വ്യൂ കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പിന്നെ നമ്മൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറൊക്കെ എടുത്തു തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും നല്ല വെർത്തായിരുന്നു നമ്മളിവിടെ പോയതും. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിൻ്റർ ആകുമ്പോൾ ഇവരത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മുളച്ച് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് പക്ഷേ ഫുള്ളായിട്ട് വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളിതേ ഒരു കാവട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും മരങ്ങൾ, കൊടുങ്കാട്. അയ്യോ, ഒരു ട്രെയിൻ പോകുന്നു. കൊടുങ്കാട്ടിനുള്ളിൽ കൂടി ഒരു ട്രെയിൻ. ഇങ്ങനെ നടക്കാൻ രസമാണ്. അങ്ങനെ നമ്മൾ നടത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഏകദേശം അമ്മൂൻ്റെ എനർജിയൊക്കെ തീർന്നു. കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി കേട്ടോ. കുറേ നടന്നിട്ട് ശരിക്കും കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും ഒരു രസമുണ്ടെന്ന്, ക്ഷീണിക്കുന്നില്ല, കാല് വേദന എടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഫസ്റ്റ് വന്നവരൊക്കെ അങ്ങനെ ലാസ്റ്റ് വരുന്ന ബാച്ചിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് കിട്ടി. നമ്മുടെ നടത്തം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്.
വെയിറ്റ്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ പോയി ആൾക്കാരുടെ വഴി തെറ്റിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണേ. അപ്പോൾ അത്ര കുറച്ച് നടന്നാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ അവർ പോയ വഴി കറക്റ്റായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് ഒരു ഇത്, അപ്പോൾ അതിൽ എല്ലാ സ്ഥലത്തും പോയി നമുക്ക് ഓരോരോ ക്ലാസ് കഴിക്കാം. ആ സഞ്ചി വരുന്നത് അതിൽ 3 ക്ലാസ്. അപ്പോൾ ഇത് കണ്ടോ, എല്ലാവരും നമ്മൾ മിക്കവാറും എല്ലാവരുടെ കയ്യിൽ നോക്കിയാലും എല്ലാവരുടെയും കയ്യിൽ ഓരോ വൈൻ ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്ത് പോയി ഇങ്ങനെ വൈൻ കളക്ട് ചെയ്ത് കുടിച്ച് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു എന്താ പറയുക ടൗണാണിത്. അതിലൂടെ ഇങ്ങനെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ത് തിരക്കാന്ന് കണ്ടില്ലേ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അവരുടെ ലൈഫൊക്കെ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു വൈബൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു, ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു വൈബ് സൂപ്പറായിരുന്നു. നമ്മുടെ ഒരു അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ ഇത്. നല്ല സൂപ്പറായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് ഒരുപാട് നടന്നു. എത്ര കിലോമീറ്റർ നടന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരുപാട് ദൂരം നമ്മൾ നടന്നു കേട്ടോ. രാവിലെ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 3 മണി വരെയും കണ്ടിന്യൂസ് നമ്മൾ ആ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി എടുത്ത ടൈം അല്ലാതെ ബാക്കി ഫുള്ളായിട്ടും നമ്മൾ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരേ ഒരു കുഞ്ഞ് അമ്മുമായിരുന്നു കേട്ടോ. പക്ഷെ അവളും ലാസ്റ്റ് ആയപ്പോൾ ക്ഷീണിച്ചെങ്കിലും പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.